ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ തങ്ങൾ അവരുടെ നഗറിലാണ് നാം ഇപ്പോൾ പങ്കെടുത്തിട്ടുള്ളത്. ഓരോ നൂറ്റാണ്ടുകളിലും ബഹുമാനപ്പെട്ട ദീനിനെ ശക്തിപ്പെടുത്താൻ മുജദ്ദിദീങ്ങൾ വരും എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും ബഹുമാനപ്പെട്ടവർ ആ സ്ഥാനം അർഹിക്കുന്നവരാണ് എന്നാണ് അധിക ആളുകൾക്കുള്ള അഭിപ്രായം. ബഹുമാനപ്പെട്ടവരുടെ കാലത്ത് വളരെയധികം സുന്നത്തി ജമാഅത്തിന് വെല്ലുവിളികൾ വന്ന കാലഘട്ടമായിരുന്നു. അതെല്ലാം അമർത്തിക്കൊണ്ട് മഹാനവറുകൾ ബഹുമാനപ്പെട്ട സുന്നത്തി ജമാഅത്തിനെ സമസ്തയുടെ ആദർശം ഉറപ്പിച്ചതിൻ്റെ ശേഷമാണ് മഹാനവർ പോയത്. ബഹുമാനപ്പെട്ടവരുടെ അവസാനത്തെ പ്രസംഗം 70-ാം വാർഷികത്തിൽ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സുന്നത്തി ജമാഅത്തിനെ വളരെയധികം ശക്തിയായി പറഞ്ഞു, അതിൻ്റെ എതിരാളികളെ വളരെയധികം ശക്തിയായിട്ട് എതിർത്തു. പിന്നെ കുറേ ക്ഷീണവും മറ്റതും മറിച്ചൊക്കെ അക്കാലത്ത് മൂപ്പർക്കുണ്ട്. ഇതിൻ്റെ അവസാനത്തെ യോഗമാണ് എന്ന് മൂപ്പർ മനസ്സിലാക്കിയതുപോലെ നമുക്കാർക്കും അത് മനസ്സിലായിട്ടില്ല. അന്ന് മഹാനവറുകൾ സാധാരണ പറയുന്ന അവസ്ഥയിലല്ലാത്ത മറ്റൊരു വാക്ക് ഇവിടെ പറയുകയുണ്ടായി. തമ്പുരാനെ ഈ ഏർപ്പാട്, അതായത് സുന്നത്തി ജമാഅത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യൽ, ബിദഈ പ്രസ്ഥാനത്തിനെ പരാജയപ്പെടുത്താൻ വേണ്ടി അധ്വാനിക്കൽ, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല റബ്ബേ, വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയതാണ്. ഇതെല്ലാം ഒന്ന് സ്വീകരിച്ചു തന്നാലും എന്ന് മഹാനവറുകൾ പ്രാർത്ഥിച്ച് കണ്ണുനിന്ന് വെള്ളമൊഴിച്ചു. അതിൻ്റെ മുമ്പുള്ള യോഗങ്ങളിലൊന്നും കണ്ണുനിന്ന് വെള്ളമൊഴിച്ച് നിർത്താൻ നമ്മൾക്ക് വല്ലാതെ പരിചയമില്ല. അവൻ്റെ പ്രസംഗത്തിൻ്റെ അവസാനമാണിത് എന്ന് മൂപ്പര് മനസ്സിലാക്കിയതുപോലെയാണ് അന്ന് ആ പ്രസംഗം ഉണ്ടായത്. അതോടുകൂടെ മൂപ്പരൊപ്പം നിന്ന് പ്രവർത്തിച്ച പല മഹാന്മാരും, KV മുഹമ്മദ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് അവറുകൾ, വാണിയമ്പല അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവറുകൾ, പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ അവറുകൾ, അങ്ങനെ നിരവധി ചില ഓർമ്മയിൽ വരുമെന്ന് പറയാമെന്ന് മാത്രം. അവർക്കൊക്കെയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഈ കാണുന്നത്. ഈ വെയിൽ കൊണ്ടും തന്നെ ലക്ഷങ്ങൾ ഇവിടെ സമ്മേളിച്ചത് സമസ്തയുടെ അതിനോടുള്ള കമ്പവും ബന്ധവുമാണ്. ആ ബന്ധം ഉണ്ടാക്കിയതിൽ വളരെ പങ്ക് വഹിച്ചവരാണ് ഞാൻ പറഞ്ഞ വ്യക്തികളിൽ ചിലർ. മറ്റും പല ആളുകളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകട്ടെ.